അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, നിങ്ങൾ കർബല യുദ്ധത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്നാൽ നമ്മുടെ ഇന്നത്തെ വിഷയം കർബല യുദ്ധത്തെ കുറിച്ചായാലോ? ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സങ്കടകരമായ ഒരു സംഭവമാണ് ഹിജ്റ 61 നടന്ന കർബല യുദ്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയും ഫാത്തിമ ബീവിയുടെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും മകനുമായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും കുടുംബാംഗങ്ങളെയും നിഷ്കരുണം ഇറാഖിലെ ഗവർണർ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന്റെ വൻ സൈന്യം വധിച്ചു കളഞ്ഞ സംഭവമാണത്. മുഹറം 10-നായിരുന്നു ഇത്. മുആവിയ തന്റെ പിൻഗാമിയായി മകൻ യസീദിനെ പ്രഖ്യാപിച്ചതിൽ എതിർപ്പുണ്ടായ കൂഫക്കാർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കുവാൻ കൂഫയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. പലരും നിരുത്സാഹപ്പെടുത്തിയെങ്കിലും ഹുസൈൻ റളിയല്ലാഹു അൻഹു കുടുംബത്തെയും കൂടെ കൂട്ടി കൂഫയിലേക്ക് പുറപ്പെട്ടു. പക്ഷേ കൂഫക്കാർ വാക്കുമാറി. തുടർന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു കുടുംബവും എത്തിച്ചേർന്നത് അബ്ദുല്ലാഹ് ഇബ്നു സിയാദിന്റെ വൻ സൈന്യത്തിന് മുൻപിലാണ്. തുടർന്ന് നടന്ന യുദ്ധമാണ് കർബല യുദ്ധം. ഹുസൈൻ റളിയല്ലാഹു അൻഹു കുടുംബത്തിലെ 16 പേരും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. യൂഫ്രട്ടീസ് നദിയുടെ കരയിലാണ് കർബല സ്ഥിതി ചെയ്യുന്നത്. ഹിജ്റ 4-ാം വർഷം ശഅബാനിൽ മദീനയിൽ വെച്ചാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്. മകളുടെ പ്രസവ വിവരം അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ എത്തിയപ്പോഴേക്കും അവിടത്തുകാർ കുട്ടിക്ക് ഹർബ എന്ന് പേരിട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് മാറ്റി ഹുസൈൻ എന്നാക്കുകയായിരുന്നു. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രൂപസാദൃശ്യമുള്ള മറ്റൊരാളായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവർ രണ്ടുപേരെയും വലിയ ഇഷ്ടമാണ്. അവർ രണ്ടുപേരെയും ഇഷ്ടപ്പെടണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. ആരാധനകളുടെ കാര്യത്തിൽ വളരെ നിഷ്കർഷത പുലർത്തുന്ന ഒരാളാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. വലിയ ധൈര്യശാലിയും ദാനശീലനുമാണ് അദ്ദേഹം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.